മാർവലിലെ ഏറ്റവും പവർഫുൾ ആയ സൂപ്പർ ഹീറോയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു പേരാണ് ഹൾക്ക്. പതിറ്റാണ്ടുകളായി ബ്രൂസ് ബാനർ മാർവലിന്റെ ഏറ്റവും വലിയ ഐക്കണുകളിൽ ഒന്നാണ്. അവഞ്ചേഴ്സിന്റെ ഫൗണ്ടിംഗ് മെമ്പേഴ്സിൽ ഒരാളും മാർവൽ കമ്പനിയുടെ തന്നെ ഏറ്റവും പഴയ സൂപ്പർ ഹീറോകളിലൊന്നും. കോമിക് പുസ്തകങ്ങൾക്കും അപ്പുറത്തേക്ക് ജനപ്രീതി വളർന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം. കോമിക്സ് ആവട്ടെ, അനിമേഷൻ ആവട്ടെ, സിനിമകളാകട്ടെ, ഹൾക്ക് എപ്പോഴും അനിയന്ത്രിതമായ കോപത്തിന്റെയും അസംസ്കൃത ശക്തിയുടെയും പ്രതീകമായിരുന്നു. ഇവൻ MCU തുടങ്ങുന്നതിന് മുമ്പ് ബിഗ് 3 എന്നറിയപ്പെട്ടിരുന്നത് ഹൾക്കും വൂൾവറീനും സ്പൈഡർമാനുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന് ശേഷം മാർവൽ ഹൾക്കിനെ കൈകാര്യം ചെയ്ത രീതിയിൽ പല ഫാൻസിനും നിരാശയുണ്ടായത്. മൾട്ടിവേഴ്സ് ആകെ ഏറ്റവും വലിയ ഹീറോകളുള്ള ഒരാളായി മാറുന്നതിന് പകരം ഹൾക്ക് പതുക്കെ പ്രധാന രംഗങ്ങളിൽ നിന്ന് അപ്രത്യക്ഷനായി. ഹൾക്കിനെ വേറിട്ട് നിർത്തിയിരുന്ന ആന്തരിക സംഘർഷങ്ങൾ നഷ്ടപ്പെടുകയും പല സിനിമകളിലും വെറും ഒരു കോമഡി കഥാപാത്രമായി മാറുകയും ചെയ്തു. ഇതോടെ തുടക്കത്തിൽ ഹൾക്കിനെ പ്രിയങ്കരനാക്കിയ ഘടകങ്ങൾ മാർവൽ പൂർണ്ണമായും മറന്നുപോയോ എന്ന് പല ഫാൻസും സംശയിച്ചു പോയി. എങ്കിലും ഇപ്പോഴിതാ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലൂടെ ആ ചർച്ചകളെല്ലാം പൂർണ്ണമായി തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. പ്രൊഫസർ ഹൾക്കുമായി മുന്നോട്ട് പോകുന്നതിന് പകരം ആരാധകർ ഒരു പതിറ്റാണ്ടിലേറെയായി കാണാൻ കാത്തിരുന്ന സാവേജ് ഹൾക്കിനെ ഈ ചിത്രം തിരിച്ചു കൊണ്ടുവന്നു. ആ നിമിഷം എന്തുകൊണ്ട് ഇത്രയധികം പ്രാധാന്യമുള്ളതെന്ന് മനസ്സിലാക്കാൻ ഇൻഫിനിറ്റി വാറിന് ശേഷം ബ്രൂസ് ബാനറിന് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന്റെ തുടക്കത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഹൾക്ക് താനോസിനെതിരെയുള്ള പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. വി ഹാവ് എ ഹൾക്ക് എന്ന് ലോക്കി പറയുമ്പോൾ അന്ന് തിയേറ്ററിൽ കിട്ടിയ രോമാഞ്ചം ഭയങ്കരമായിരുന്നു. ആ നിമിഷം വരെ MCUവിൽ നേർക്കുനേറുള്ള ഒരു പോരാട്ടത്തിലും ഹൾക്ക് തോറ്റിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ യാതൊരു ഇൻഫിനിറ്റി സ്റ്റോൺസ് ഉപയോഗിക്കാതെ തന്നെ താനോസ് ഹൾക്കിനെ പരാജയപ്പെടുത്തുന്നു. ഈ രംഗം താനോസ് അത്രത്തോളം വലിയ ഭീഷണിയാണെന്ന് അവഞ്ചേഴ്സിന് മുന്നിൽ പെട്ടെന്ന് തന്നെ വ്യക്തമാക്കുന്നു. യഥാർത്ഥ വിവാദങ്ങൾ ആരംഭിക്കുന്നത് ഈ പോരാട്ടത്തിന് ശേഷമാണ്. സിനിമയിലുടനീളം ബ്രൂസ് ബാനർ വീണ്ടും ഹൾക്കായി മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഹൾക്ക് പുറത്തു വരാൻ മടിക്കുന്നതെന്ന് മാർവൽ വ്യക്തമായി വിശദീകരിച്ചുമില്ല. ഹൾക്ക് താനോസിനെ ഭയന്നാണെന്ന് മുതൽ ബ്രൂസ് ബാനറിനെ സഹായിക്കാൻ വിസമ്മതിച്ചാണെന്ന് വരെ ഒരുപാട് ഫാൻ തിയറീസ് ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം റൂസോ ബ്രദേഴ്സ് ഹൾക്ക് യഥാർത്ഥത്തിൽ അന്ന് ഭയന്നിരുന്നില്ല എന്ന് വ്യക്തമാക്കി. അവരുടെ അഭിപ്രായത്തിൽ ബ്രൂസ് ബാനറിന്റെ വെറും ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടുത്തൽ ഹൾക്കും മടുത്തിരുന്നു. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഹൾക്കിനെ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ ബ്രൂസ് ശ്രമിക്കണമെന്ന് ഹൾക്ക് ആഗ്രഹിച്ചു. ആ ഒരു കഥാപാത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ വിശദീകരണം ശരിയാണെന്ന് തോന്നാമെങ്കിലും സിനിമയിൽ ഈ ആശയം വ്യക്തമായി അവതരിപ്പിക്കാത്തതിനാൽ പ്രേക്ഷകർക്കുള്ള ആശയക്കുഴപ്പം ബാക്കിയായി. രസകരമായ ഒരു കാര്യം എന്തെന്നാൽ മാർവൽ തുടക്കത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ക്ലൈമാക്സ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ബാത്തിൽ ഓഫ് വക്കാണ്ടയ്ക്കിടയിൽ ഹൾക്ക് ബസ്റ്റർ ആർമർ തകർത്ത് പുറത്തു വന്നുകൊണ്ട് ഹൾക്ക് തിരിച്ചെത്തുന്നായിരുന്നു സിനിമയിലെ ഏറ്റവും വലിയ നിമിഷമായി തീരുമാനിച്ചിരുന്നത്. എന്നാൽ റിലീസിന് മുമ്പ് ആ രംഗം പൂർണ്ണമായി ഒഴിവാക്കപ്പെടുകയും ഹൾക്കിന്റെ സ്റ്റോറി അപൂർണമായി അവശേഷിക്കുകയും ചെയ്തു. ഇൻഫിനിറ്റി വാറിന്റെ അവസാനം താനോസ് വിജയിക്കുന്നു. അതിനുശേഷം എൻ ഗെയിമിലെ 5 വർഷ ടൈം ഗ്യാപ്പും വരുന്നു. ഈ ഒരു ടൈം ഗ്യാപ്പിലാണ് ബ്രൂസ് ബാനർ തന്റെ ഏറ്റവും വലിയ പ്രശ്നം ഓഫ് സ്ക്രീനിൽ പരിഹരിക്കുന്നത്. ആ ഒരു വൈകാരികമായ മാറ്റങ്ങൾ സിനിമയിൽ വ്യക്തമായി കാണിക്കുന്നതിന് പകരം ബ്രൂസ് 18 മാസം ഒരു ഗാമാലാബിൽ ചിലവഴിച്ചുകൊണ്ട് തന്റെ ബുദ്ധിയും ഹൾക്കിന്റെ ശക്തിയും സമയിപ്പിച്ച് പ്രൊഫസർ ഹൾക്കായി മാറിയെന്ന് മാർവൽ സിമ്പിൾ ആയിട്ട് അങ്ങ് പറയുന്നു. ഈ ഒരു ആശയം പീറ്റർ ഡേവിഡിന്റെ ലെജൻഡറി ഹൾക്ക് കോമിക്സുകളിൽ നിന്ന് നേരിട്ട് ഇൻസ്പയർഡ് ആയതാണ്. കോമിക്സുകളിൽ പ്രൊഫസർ ഹൾക്ക് വളരെ ആകർഷകമായ ഒരു വ്യക്തിത്വമായിരുന്നു. കാരണം ബ്രൂസ് ബാനറിന്റെ ബുദ്ധിയും ഹൾക്കിന്റെ ശക്തിയും ഒന്നിക്കുമ്പോൾ അഹങ്കാരവും വൈകാരികമായ ആഘാതങ്ങളും ആന്തരിക സംഘർഷങ്ങളും നിലനിന്നിരുന്നു. എന്നാൽ MCU വെർഷൻ ആ പോരായ്മകൾ ഭൂരിഭാഗം ഒഴിവാക്കി പ്രൊഫസർ ഹൾക്ക് ശാന്തനും സൗഹൃദ മനസ്സിനുള്ളവനും തമാശ പറയുന്നവനും ഒക്കെ ആയിട്ട് മാറ്റി. പല ആരാധകരും വിമർശനത്തെ തെറ്റായി മനസ്സിലാക്കി. ഹൾക്ക് ബുദ്ധിമാനായി മാറിയത് കൊണ്ടല്ല ആളുകൾ നിരാശരായത്. കോമിക് വായനക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ പണ്ട് സിനിമകൾ കണ്ടവരായിക്കോട്ടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ഒരു ഹൾക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ബ്രൂസും ഹൾക്ക് തമ്മിലുള്ള ആന്തരിക പോരാട്ടം, സാവേജ് ഹൾക്കായി മാറുന്നു, കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ ഹൾക്ക് ഒന്ന് സ്മാഷ് ചെയ്യുന്നു, ഇതൊക്കെയാണ് നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരുന്നത്. പ്രൊഫസർ ഹൾക്കിന്റെ കടന്നുവരവോടുകൂടി അത് പൂർണ്ണമായും ഇല്ലാതായി. സത്യസന്ധമായി പറഞ്ഞ MCU ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹീറോയിക് നിമിഷങ്ങളിലൊന്ന് എൻ ഗെയിം ബ്രൂസിന് നൽകുന്നുണ്ട്. ബ്ലിപ്പ് തിരുത്താൻ ഇൻഫിനിറ്റി ഗോൾഡൻ ഉപയോഗിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു അവഞ്ചറായി ഹൾക്ക് മാറുന്നു. ഗാമ റേഡിയേഷൻ അദ്ദേഹത്തിന്റെ കൈക്ക് സ്ഥിരമായ കേടുപാടുകൾ വരുത്തുന്നു. ഇത് കോടിക്കണക്കിന് ജീവനുകൾ രക്ഷിക്കാൻ ബ്രൂസ് സ്വയം ത്യാഗം ചെയ്യാൻ തയ്യാറായിരുന്നു എന്നാണ് തെളിയിക്കുന്നത്. നിർഭാഗ്യവശാൽ ആ ത്യാഗത്തിന്റെ ശാരീരികമോ വൈകാരികമായ പ്രത്യാഘാതങ്ങൾ മാർവൽ പിന്നീട് കാര്യമായി പരിശോധിച്ചിട്ടില്ല. ഷാങ്-ചി ആൻഡ് ദ ലെജൻഡ് ഓഫ് ടെൻ റിംഗ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ബ്രൂസ് ബാനർ കുറച്ച് സമയത്തേക്ക് വീണ്ടും എത്തുന്നുണ്ട്. ഗാമ റേഡിയേഷൻ മൂലമുണ്ടായ പരിക്കുകൾ കാരണം കയ്യിൽ സ്ലിംഗ് ഇട്ടുകൊണ്ടാണ് ഇക്കുറി ബ്രൂസ് വന്നത്. പക്ഷേ ബ്രൂസ് വന്നത് പ്രൊഫസർ ഹൾക്കായിട്ടല്ല, മനുഷ്യരൂപത്തിലായിരുന്നു. വോങ്, ക്യാപ്റ്റൻ മാർവൽ എന്നിവർക്കൊപ്പം ആ ദുരൂഹമായ ടെൻ റിംഗ് സിഗ്നലിനെ കുറിച്ച് ബ്രൂസ് അന്വേഷിക്കുന്നു. ഈ സീൻ ചെറുതാണെങ്കിലും ഒരു പ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബ്രൂസ് പെട്ടെന്ന് വീണ്ടും മനുഷ്യനായത്? ഷീഹൾക്കിലാണ് മാർവൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നത്. വികസിപ്പിച്ച സക്കാർ സാങ്കേതിക വിദ്യ തന്റെ തകരാറായ കായ് പൂർണ്ണമായി സുഖപ്പെടുത്തിയെന്ന് ബ്രൂസ് വിശദീകരിക്കുന്നു. കൂടാതെ ജെന്നിഫർ വാൾട്ടേഴ്സിന് തന്റെ ഹൾക്ക് കഴിവുകൾ നിയന്ത്രിക്കാൻ ബ്രൂസ് പരിശീലനം നൽകുന്നതും ഈ ഒരു സീരീസ് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ബ്രൂസ് തന്റെ ദേഷ്യവും ഭയവും മാനസിക ആഘാതങ്ങളുമായി പതിറ്റാണ്ടുകളോളം പോരാടിയപ്പോൾ ജെന്നിഫർ വളരെ പെട്ടെന്ന് തന്നെ തന്റെ ശക്തികളുമായി പൊരുത്തപ്പെടുന്നു. തന്റെ ജീവിതകാലം മുഴുവൻ ബ്രൂസ് അനുഭവിച്ച പോരാട്ടങ്ങളെ ഇത് വളരെ സിമ്പിളായി കാണിച്ചു എന്നതിനാലാണ് ഷീഹൾക്കിന് ഒരുപാട് നെഗറ്റീവ് വന്നത്.
ഈ ഒരു സെയിം സീരീസിൽ തന്നെയാണ് നമ്മൾ ഇൻഹിബിറ്റർ കാണുന്നത്. സോ ബേസിക്കലി ഹൾക്ക് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രൂസിന്റെ കയ്യിൽ ഇൻഹിബിറ്റർ ഉള്ളത്. ഇതാണ് ബ്രാൻഡ്ന്യൂയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് റോളിൽ വന്നത്. ഈ ഒരു സീരീസിന്റെ ഫിനാലയിലാണ് ഹൾക്കിന്റെ കോമിക്സിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ ഹൾക്കിന്റെ മകനായ സ്കാറിനെ പരിചയപ്പെടുത്തുന്നത്. പ്ലാനറ്റ് ഹൾക്ക്, വേൾഡ് വാർ ഹൾക്ക് തുടങ്ങിയ കഥകളിൽ സ്കാർ വലിയൊരു പങ്ക് വഹിക്കുന്നതിനാൽ കോമിക് വായനക്കാർ ഇതിന്റെ സാധ്യതകൾ ഉടനടി തിരിച്ചറിഞ്ഞു. നിർഭാഗ്യവശാൽ ഈ വെളിപ്പെടുത്തലിനെ വൈകാരികമായ ഒരു നിമിഷമായിട്ട് കാണിക്കുന്നതിന് പകരം ഒരു ഫണ്ണാക്കി മാറ്റി. എസ്പെഷ്യലി ആ ഒരു മോശം VFXും എയർകട്ടും കാരണം ഒരുപാട് നെഗറ്റീവ്സ് ഒന്നും ഈ ക്യാരക്ടറിനെ പ്രോപ്പർലി കാണിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയായി. വർഷങ്ങളായി ഇന്റർനെറ്റിലുടനീളം ഫാൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് ഹൾക്കിന്റെ ഒരു സോളോ സിനിമ ഇൻക്രെഡിബിൾ ഹൾക്കിന് ശേഷം മാർവൽ ചെയ്യാതിരുന്നത്? യൂണിവേഴ്സൽ പിക്ചേഴ്സുമായി ബന്ധപ്പെട്ടാണ് ഇതിന് ഉത്തരം കിടക്കുന്നത്. മിക്ക MCU ഹീറോകളിൽ നിന്ന് വ്യത്യസ്തമായി ഹൾക്കിന്റെ സോളോ സിനിമകളുടെ വിതരണാവകാശം വർഷങ്ങളോളം യൂണിവേഴ്സലിന്റെ കൈവശമായിരുന്നു. മാർവലിലെ അവഞ്ചേഴ്സ്, തോർ റാഗ്നറോക്ക്, സ്പൈഡർമാൻ ഇപ്പം തുടങ്ങിയ മൾട്ടി സ്റ്റാർ പ്രൊജക്ടുകൾ ഹൾക്കിനെ സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക, തോർ എന്നിവരെ പോലെ ഒരു സോളോ ഹൾക്ക് സിനിമ ഉണ്ടാക്കുന്നത് കോംപ്ലിക്കേഷൻ ഉണ്ട്. നിയമപരമായ ഈ ഒരു കോംപ്ലിക്കേഷൻസ് കാരണം മറ്റൊരു സോളോ സിനിമ നൽകുന്നതിന് പകരം മറ്റു സൂപ്പറുകളുടെ കഥകളിലൂടെ അവഞ്ചേഴ്സിലൂടെയുമാണ് മാർവൽ ഹൾക്കിനെ വികസിപ്പിച്ചെടുത്തത്. ഇപ്പൊ തന്നെ ഡിസ്നിയുടെ ഒരു കോമ്പറ്റീറ്റർ കൂടിയാണ് ഈ പറഞ്ഞ യൂണിവേഴ്സൽ. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. നേരത്തെ മാർവൽ ഡിസ്നി ഓൺ ചെയ്യാത്തപ്പോഴായിരുന്നു ഇൻക്രെഡിബിൾ ഹൾക്ക് യൂണിവേഴ്സൽ ഇറക്കിയത്. പക്ഷേ ഡയറക്റ്റ് കോമ്പറ്റീറ്റർക്ക് ഇത് കൊടുക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ സ്പൈഡർമാനെ പോലെ അത്ര വലിയ ഐക്കോണിക് ആയില്ല ഹൾക്ക്. സ്പൈഡർമാൻ അതുകൊണ്ടാണ് സോണിയുമായിട്ട് കണക്ട് ചെയ്ത് ഇവർ ചെയ്യുന്നത്. പക്ഷേ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഹൾക്കിന് കൊടുക്കണ്ട എന്ന് യൂണിവേഴ്സലുമായിട്ട് കണക്ട് ചെയ്ത് വേണ്ടാന്ന് ഡിസ്നി തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും സ്പൈഡർമാൻ ബ്രാൻഡിനിടയിൽ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി മാറുന്നു. ബ്രൂസ് ബാനർ ഒടുവിൽ തന്റെ ജീവിതം പുനർനിർമ്മിച്ചു കഴിഞ്ഞു. എംബർ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പ്രൊഫസറായി ജോലി ചെയ്യുകയും ഹൾക്കിനെ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കാൻ നേരത്തെ പറഞ്ഞ ഒരു ഗാമ ഇൻഹിബിറ്റർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. സാവേജുകൾക്ക് എന്നേക്കുമായി ഇല്ലാതായി അല്ലെങ്കിൽ ഒതുക്കി വെച്ചു എന്നാണ് ബ്രൂസ് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. എന്നാൽ ജീൻ ഗ്രേ ബ്രൂസിന്റെ മനസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ കാര്യങ്ങൾ മാറുന്നു. ഹൾക്കിനെ ഉണർത്തുക മാത്രമല്ല അവൾ ചെയ്തത്, ബ്രൂസിനെ സ്വന്തം മനസ്സിലുള്ള വർഷങ്ങളെ പടുത്തുയർത്തിയ മാനസിക പ്രതിരോധങ്ങളെ കൂടി അവൾ തകർത്തു. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിന് ശേഷം ആദ്യമായി സാവേജ് ഹൾക്കിന്റെ ഒരു വമ്പൻ ഫോം നമുക്ക് കിട്ടുന്നു. ഇൻഫിനിറ്റി വാറിലും അതേപോലെ നമുക്ക് തോർ റാഗ്നറോക്കിലും കിട്ടിയെങ്കിലും ഈ ഒരു വമ്പൻ സാവേജ് ഹൾക്ക് സെറ്റപ്പ് നമ്മൾ അവസാനമായിട്ട് കാണുന്നത് ശരിക്കും പറഞ്ഞ ഏജ് ഓഫ് അൾട്രോണിലാണ്. ഇത് നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഹൾക്കല്ല, വർഷങ്ങളായി മാർവൽ തിരിച്ചുകൊണ്ടുവരുന്ന ആരാധകർ ആവശ്യപ്പെട്ടിരുന്ന ഹൾക്കിന്റെ ഭയാനകമായ രൂപമാണിത്. മുമ്പത്തേക്കാൾ വലിയതും അക്രമാസക്തനും അപകടകാരിയുമാണ്. ഹൾക്കിനെ വെറും ഒരു തമാശയായിട്ട് കാണിക്കുന്നതിന് പകരം ബ്രൂസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ചുറ്റുമുള്ള എല്ലാം തകർത്തുകളെ ശേഷിയുള്ള ഒരു അനിയന്ത്രിതമായ ശക്തിയായിട്ടാണ് ബ്രാൻഡ്ന്യൂടെ ഹൾക്കിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നത്. സ്പൈഡർമാൻ, പണിഷർ കൂടാതെ മറ്റു ചിലരും ഈ പോരാട്ടത്തിൽ ജീവനോടെ നിലനിൽക്കാൻ പാടുപെടുന്നു. അതിനേക്കാളേറെ ഹൾക്ക് എന്ന കഥാപാത്രത്തെ ഭയപ്പെടേണ്ടതുണ്ടെന്ന് സിനിമ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. ഇൻഫിനിറ്റി വാറിന് ശേഷം നഷ്ടപ്പെട്ട വൈകാരികമായ ആന്തരിക സംഘർഷങ്ങളെ ഒടുവിൽ മാർവൽ തിരികെ കൊണ്ടുവന്നു. തനിക്കുള്ള രാക്ഷസൻ ഒരിക്കലും ഇല്ലാതായിട്ടില്ലെന്ന് ബ്രൂസ് തിരിച്ചറിയുന്നു. വർഷങ്ങളായിട്ടുള്ള ഒരു ഇമോഷണൽ കൺട്രോൾസിനിടയിൽ എത്രമാത്രം ഹൾക്കിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക എന്ന് ബ്രൂസ് എന്ന് ഈ ഒരൊറ്റ സീനുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവഞ്ചേഴ്സ് ഡൂംസ് ഡേയിൽ ഹൾക്ക് ഉണ്ടാകില്ലെന്ന മാർക്ക് റഫാലയുടെ സ്ഥിരീകരണമാണ് നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ഹൾക്കിന്റെ സ്റ്റോറി അവസാനിച്ചു എന്നൊന്നുമല്ല, മാർവൽ കൂടുതൽ വലിയ എന്തോ ഒന്നിനായിട്ട് ഹൾക്കിനെ കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡൂംസ് ഡേയിൽ ഹൾക്ക് ഇല്ലാത്തതെന്നാണ് റിപ്പോർട്ടുകൾ. ഏറ്റവും വലിയ സാധ്യത അവഞ്ചേഴ്സ് സീക്രട്ട് വാഴ്സ് ആണ്. മൾട്ടിവേഴ്സ് ആകലെ ഏറ്റവും വലിയ ഇവന്റും അവസാന സിനിമ എന്ന നിലയിൽ അവഞ്ചേഴ്സിന് തങ്ങളുടെ ഏറ്റവും ശക്തനായ ഹീറോയെ വീണ്ടും ആവശ്യമായി വരുമ്പോൾ സാവേജ് ഹൾക്കിനെ തിരികെ കൊണ്ടുവന്നേക്കാം. പിന്നെ മറ്റൊരു റൂമർ ഏറ്റവും കൂടുതൽ പണ്ടുതൊട്ടേ വന്നുകൊണ്ടിരിക്കുന്നത് ബാറ്റിൽ വേൾഡ് നമ്മൾ ഡോക്ടർ ഡൂം സ്വന്തം യൂണിവേഴ്സ് ഉണ്ടാക്കുമല്ലോ. സോ അതിലെ ഒരു ഏരിയ ഫുൾ ഹൾക്കുകളായിരിക്കും. അതായത് ഹൾക്ക്, ഷീ ഹൾക്ക്, സ്കാർ, അങ്ങനെ അവിടെ ഉള്ള ഏരിയ മൊത്തം നമുക്ക് അറിയാവുന്ന അറിയാത്തമായ ക്യാരക്ടേഴ്സ് മൊത്തം ഹൾക്കായിരിക്കും. അങ്ങനെ ഒരു യൂണിവേഴ്സ് ഉണ്ട്, അതിൻ്റെ ഒരു പാർട്ടായിരിക്കും എന്നാണ് കേൾക്കുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹോൾ ഹൾക്സിനെയും ആ ഒരു സാവേജ് ഹൾക്കിനെയും കാണാനുള്ള സാധ്യതകളുണ്ട്. മറ്റൊരു സാധ്യത വേൾഡ് വാർ ഹൾക്കാണ്. മാർവൽ ഇതുവരെ ഒഫീഷ്യലായിട്ട് ഇങ്ങനെ പ്രൊജക്ട് പറഞ്ഞിട്ടില്ലെങ്കിലും MCUവിൽ ആ കഥയ്ക്ക് ആവശ്യമായ പല ഘടകങ്ങളും ഉണ്ട്. സാവേജുകൾക്ക് തിരിച്ചെത്തി, സ്കാറിനെ ഇതിനകം കൊണ്ടുവന്നു, ബ്രൂസ് ബാനർ തനിക്കുള്ള രാക്ഷസന്റെ മേലുള്ള പൂർണ്ണ നിയന്ത്രണം വീണ്ടും നഷ്ടപ്പെട്ടു. ഇതൊക്കെ കൊണ്ട് തന്നെ സാവേജ് ഹൾക്കിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം സീക്രട്ട് വാഴ്സിന് ശേഷം പുതിയൊരു സാഗയാണ് MCU സ്റ്റാർട്ട് ചെയ്യുന്നത്. കെവിൻ ഫെയ്ഗി തന്നെ പറഞ്ഞു ആൾക്കാർക്ക് ഡയറക്റ്റ്ലി അതിലെ ഒന്നേന്ന് പറയുന്ന സിനിമയുടെ അടുത്ത് കാണാൻ പറ്റും, ആ രീതിയിലാണ് ചെയ്യുന്നതെന്ന്. സോ അവിടേക്ക് വരുമ്പോഴേക്കും വേൾഡ് വാർ ഹൾക്കിന്റെ ഒരു പ്രോപ്പർ സോളോ മൂവി കൊണ്ടുവരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഹൾക്കിന്റെ സോളോ മൂവി ഇപ്പോഴും ഞാൻ പറയുന്നു കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം 2023 റൈറ്റ്സ് മൊത്തം ഡിസ്നിക്ക് തിരിച്ചു കിട്ടില്ല, മാർവലിന് തിരിച്ചു കിട്ടി എന്ന് തന്നെ പറയുന്നുണ്ടെങ്കിലും ഒഫീഷ്യലി യൂണിവേഴ്സലോ ഡിസ്നിയോ മാർവലോ ഒന്നും ഒരിടത്തൊന്നും പറഞ്ഞിട്ടില്ല. സോണി ആണെങ്കിൽ നമുക്കറിയാം ഒരു പ്രത്യേക കോൺട്രാക്ട് ഒക്കെ വെച്ച് സോണിയുടെ അണ്ടറിലാണ് പ്രൊഡക്ഷൻ കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പക്ഷേ അത് MCU പടമായിട്ട് തന്നെ പോകുന്നു. എന്നാൽ ഈ ഒരു യൂണിവേഴ്സലിന്റെ കേസിൽ അങ്ങനെ ഇവർ ഞാൻ പറഞ്ഞല്ലോ ഹൾക്കിനെ സ്പൈഡർമാനോളം ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. അതിനിപ്പോൾ റൈറ്റ്സ് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞെങ്കിലും ഒഫീഷ്യലി ഒരിടത്തൊന്നും പറയുന്നുമില്ല. ഒരു പടത്തിന്റെ പ്രോപ്പർ ഡെവലപ്മെന്റും വരുന്നില്ല. ഇപ്പോഴും ബ്രാൻഡ് ഇല്ല. അതായത് പണ്ട് റാഗ്നറോക്കിലൊക്കെ കൊണ്ടുവന്നതിനേക്കാളും ചെറിയ സ്ക്രീൻ ടൈമിലാണ് പഴയ ഒരു റൂളിൽ തന്നെ മാർവൽ കൊണ്ടുപോകുന്നത്. സോ റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോഴും ലീഗലി കോംപ്ലിക്കേറ്റ് ആണെന്നാണ്. കൃത്യമായിട്ട് അതെന്താണെന്ന് പറയുന്നില്ലെങ്കിലും
ഇപ്പോഴും സോളോ മൂവി ആയിട്ട് മാർവലിന് ഇറക്കാൻ യൂണിവേഴ്സലായിട്ടുള്ള കോൺട്രാക്റ്റിൽ ലീഗൽ പ്രശ്നങ്ങളുണ്ട്. അത് കാരണമാണ് ഒഫീഷ്യലി ഒരിടത്തും സ്ഥിരീകരിക്കാത്തതെന്ന്. കാരണം ഇപ്പം ഫോക്സിനെ മേടിച്ചപ്പോൾ തന്നെ ഫാന്റാസ്റ്റിക് ഫോർ എക്സ്മെനും ഒക്കെ കിട്ടി, അതേപോലെ സോണിയുമായിട്ട് ടൈപ്പ് ആയി എന്ന് പറഞ്ഞപ്പം ഒഫീഷ്യലി എല്ലായിടത്തും പറഞ്ഞാണ് സ്പൈഡർമാൻ എംസിയിലുണ്ട്, ഫാന്റാസ്റ്റിക് ഫോർ എക്സ്മെൻ എംസിയിലുണ്ടെന്ന്. പക്ഷെ ഹൾക്കിന്റെ കാര്യം മാത്രമൊന്നും പറയുന്നില്ല. സോ അതെന്താണെന്നറിയാൻ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും, കാരണം ഒരിടത്തൊന്നും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. ബ്രാൻഡ് ന്യൂ ഡേയിൽ നമുക്കറിയാം ഇൻഹിബിറ്റർ കൂടെ പോയതോടെ സാവേജുകൾക്ക് വന്നു. എന്നാൽ ഏറ്റവും അവസാനം പീറ്റർ എങ്ങനെയൊക്കെയോ ഹൾക്കിനെ പഴയ പോലെ ബ്രൂസാക്കി മാറ്റുന്നു. ആ ഒരു ക്ലാസിക് ലെവലിലോട്ട് വീണ്ടും ബ്രൂസായിട്ട് മാറുന്ന ഹൾക്കിനെ നമ്മൾ കാണുന്നു. ആൻഡ് ബ്രൂസിനെ അതിനുശേഷം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് കാണിക്കുന്നത്. മേ ബി ഈ പറഞ്ഞ ഡാമേജ് കൺട്രോളിന്റെ പ്രിസണിലേക്കായിരിക്കാം പോകുന്നത്. നമ്മൾ ഷീകൾക്കിൽ ആ ഒരു പ്രിസൺ കണ്ടിട്ടുണ്ട്, സൂപ്പർ പ്രിസൺ. അതിനകത്ത് തന്നെയാണ് അബോമിനേഷനും ഷീകൾക്കും ഒക്കെ ഉണ്ടായിരുന്നത്. സോ അവിടേക്ക് തന്നെ ആയിരിക്കും ഒബിയസ്ലി ഹൾക്കിനെ കൊണ്ടുപോയിട്ടുണ്ടാവുക. അതിന് മുന്നേ കൂടെ ചെക്കപ്പുകളൊക്കെ കാണും. എന്നിട്ടൊരു ന്യൂസ് കാണുന്നത് നമ്മൾ കാണുന്നുണ്ട്, ഇത്രയും കാലം ഇല്ലാത്ത ആ ഒരു റേജ് എന്താണ് ഇപ്പൊ പെട്ടെന്ന് വന്നതെന്നൊക്കെ. സോ ഈ ഒരു റീസൺസ് ഒക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം ഡൂംസ്ഡേ സമയത്ത് ആൾക്കില്ലാത്തത്. സീക്രട്ട് വാഴ്സിലോട്ട് വരുമ്പോൾ ഡൂമിന്റെ പുതിയ യൂണിവേഴ്സ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു മൾട്ടിവേഴ്സൽ ലെവലാണ് വരുന്നതെങ്കിൽ ഒബ്വിയസ്ലി സാവേജ് ആൾക്കിന് വരാം. സോ എന്താണ് ആൾക്കിന് സംഭവിച്ചതെന്ന് ചെറിയ റെഫറൻസ് എങ്കിലും ഒരു പക്ഷേ ഡൂംസ്ഡേയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ബാക്കി ഈ പറഞ്ഞ തോറും ക്യാപ്റ്റൻ അമേരിക്ക എല്ലാവരും വരുന്നുണ്ട്. ഐ തിങ്ക് ഹൾക്ക്, ഹോക്കായി, ബ്ലാക്ക് വിഡോ ഇവർ 3 പേര് മാത്രമാണ് വരാത്തത്. പിന്നെ ബ്ലാക്ക് വിഡോ ടൈറ്റിൽ ഇപ്പോൾ എലൈനൊക്കെയാണ് ഉള്ളത്, നമ്മൾ ഓൾറെഡി അറിഞ്ഞു ബ്രാൻഡ് ന്യൂ ഡേയിലൂടെ. പിന്നെ ഹോക്കായി ടൈറ്റിൽ ഒരുപക്ഷെ കേറ്റ് ബിഷപ്പിന് തന്നെ ആയിരിക്കും. മിസ് മാർവല് കേറ്റ് ബിഷപ്പിനെ കാണുന്ന മാർവൽ പോസ്റ്റ് ക്രെഡിറ്റ് സീനിന് ശേഷം ഇവരെ പറ്റി ഒന്നും യാതൊരു വിവരവും ഇല്ല. മിസ് മാർവലിന്റെ ഫാദർ ജസ്റ്റ് ഡെയർ ഡെവിളിൽ വന്നിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മാർവലിലെ മിക്ക ക്യാരക്ടേഴ്സ് എവിടെയാണ് എന്താണെന്നുള്ളൊരു ബോധ്യം ഇപ്പോഴും നമ്മൾ ഫാൻസിന് ഇല്ല. ഡൂംസ്ഡേ സീക്രട്ട് വാഴ്സിലൊക്കെ വരുമ്പോഴായിരിക്കും ക്യാമിയോസ് ആയിട്ടെങ്കിലും ഒരു അപ്പിയർ ചെയ്യുക. എന്തായാലും ഹൾക്കിന്റെ കാര്യം ഇതൊക്കെ കൊണ്ട് തന്നെ അൺസർട്ടൈൻ ആണ്. ഐ റിയലി വിഷ് ഹൾക്കിന് ഒരു പ്രോപ്പർ സ്റ്റാർട്ട് നെക്സ്റ്റ് MCUവിന്റെ സാഗയിൽ വരും. വേൾഡ് വാർ ഹൾക്കൊന്നും വന്നില്ലെങ്കിൽ പോലും ഒരു നല്ല ഹൾക്ക് മൂവി വരണം എന്നുള്ളത്. കാരണം ബാക്കി എല്ലാ അവഞ്ചേഴ്സ് ക്യാരക്ടേഴ്സിനും പ്രോപ്പറായിട്ട് ട്രിലജി കിട്ടി. ഇവൻ തോറിന് 4 പടം വരെ കിട്ടിയിട്ടുണ്ട്. അത്രത്തോളം ആൻഡ്മാന് വരെ ഒരു ട്രിലജി കിട്ടി. സോ ഹൾക്കും അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. ഒരു ലീഗൽ പ്രശ്നങ്ങൾ ഒഴിവായി ഹൾക്ക് പ്രോപ്പർലി വരുമെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. എന്തായിരിക്കും MCUവിൽ ഹൾക്കിന്റെ ഭാവം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണ്? എൻ്റെ ആഗ്രഹം പറഞ്ഞ പോലെ വേൾഡ് വാർ ഹൾക്ക് വന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു നല്ല പടം വന്നാൽ മതി എന്നുള്ളതാണ്. ഒരു പ്രോപ്പർ സ്റ്റോറിയിൽ ഒന്നേന്ന് പറഞ്ഞു തുടങ്ങുന്ന ഹൾക്കിൻ്റെ ഒരു സ്റ്റോറിയിലേയും കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം റിക് ജോൺസ് ഒക്കെ പോലെ കൊമിക്സിലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരൊന്നും പ്രോപ്പർലി കൊണ്ടുവന്നിട്ടേ ഇല്ല. ഇപ്പൊ തന്നെ തോറൊക്കെ എടുത്തു കഴിഞ്ഞാൽ തോറിന് ചുറ്റുമുള്ള അത്രയും ക്യാരക്ടേഴ്സ് വന്നു. അല്ല അയൺമാനായിട്ടുള്ള ക്യാരക്ടേഴ്സ്, ക്യാപ്റ്റനായിട്ടുള്ള ക്യാരക്ടേഴ്സ് കൊമിക്സിലും കാർട്ടൂണിലും ഒക്കെയുള്ള പലരെയും നമ്മൾ MCUവിൽ ഓൾറെഡി കണ്ടു. പക്ഷെ ഹൾക്കിനാകെ ഒരു പടം ഉള്ളതുകൊണ്ട് അത് പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഹൾക്കിന്റെ ഈ പറഞ്ഞ റെഡ് ഹൾക്കും ലീഡറും ആ ഒരു ഫസ്റ്റ് സിനിമയിൽ 2008 ഇട്ട ലീഡ് 1 വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്ന ബ്രേവ് ന്യൂ വേൾഡിലാണ് കണക്ട് ആയിട്ടുണ്ടായിരുന്നത്. എങ്ങനെ ഇരിക്കുന്നു, അതാണ് അവസ്ഥ. ഒരു ക്യാപ്റ്റൻ അമേരിക്ക പടം വേണ്ടി വന്നു ഹൾക്കിന്റെ കാര്യങ്ങൾ കണക്ട് ആക്കാൻ, എന്നിട്ട് അത് പിന്നീട് അങ്ങോട്ട് ഹൾക്കുമായിട്ട് കണക്ട് ആയില്ല. അപ്പം അങ്ങനെയാണ് ഇരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ തോട്ട്സ് എന്താണ്? ഹൾക്ക് എങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? MCUവിൽ പുതിയൊരു സാഗ വരുമ്പോൾ ഏതൊക്കെ സ്റ്റോറി ലൈനാണ് അല്ലെങ്കിൽ ഏതൊക്കെ വില്ലനാണ് വരാൻ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പറയുക. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ സ്പോയിലർ ഡിസ്കഷന് വേണ്ടി നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ DC ഫാൻസ് ആണ്, നിങ്ങൾ DC പറ്റി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പവർ ചെയ്യുന്ന DC കേരളൈസ് എന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന്റെ വാട്സ്ആപ്പ് ചാനലിന്റെയും ഗ്രൂപ്പിന്റെയും എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ ഇനിയും ഇത്തരത്തിൽ മാർവൽ DC അതർ കോമിക് സൂപ്പർ ഹീറോ റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്നതാണ്. സോ ഇത്തരം കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുത്ത് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് രഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.